നന്ദി ധനേഷ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2139 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ N. ഹരിഹരൻ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതി, ഗവൺമെന്റ് ഓഫ് കേരള. 45 വർഷത്തെ ചികിത്സാ പരിചയം. ISKയുടെ മുൻ ടീച്ചിങ് ഫാക്കൽറ്റി, ആലപ്പുഴ ജില്ലയുടെ മുൻ ISK പ്രസിഡന്റ്, ധാരാളം ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വം. കുട്ടികളുടെ വിവിധ തരം കോൺസ്റ്റിറ്റ്യൂഷനിലും അതുവഴിയുള്ള ചികിത്സാ രീതികളും 3-ാം ഭാഗമാണ് ഇന്ന് സാർ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ N. ഹരിഹരൻ സാറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. ഹലോ 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 കേൾക്കാമോ? കേൾക്കാം സാറേ. ഓക്കെ. നമ്മള് ആദ്യമായിട്ട് എന്നെ ശ്രമിക്കാനായിട്ടുള്ള വന്നിരിക്കുന്ന എല്ലാ ഡോക്ടർമാരോടും താങ്ക്സ് പറയുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചില്ല ഈ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന്. കാര്യം എന്താ വെച്ചാൽ ഞാൻ ലോങ് ജേണി അതിലായിരുന്നു. പക്ഷേ ഇപ്പം ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. അത് കാരണം കുറച്ച് ക്ഷീണമുണ്ട്. കാര്യം ഞാൻ പാല വരെ പോയിരുന്നു. പാലായിൽ എൻ്റെ കൊച്ചുമോനോടെ പഠിക്കുന്നോട്ട് അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണ്. അതിപ്പോൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ. വന്നു ഞാൻ ഭക്ഷണം കഴിച്ചു. എന്നാൽ മീറ്റിങ്ങിലേക്ക് കയറാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കഴിഞ്ഞ ദിവസം എവിടം വരെയാ പറഞ്ഞു നോക്കുന്നുണ്ടോ? ഡോക്ടർ ശൈലജ ഇല്ലേ ഇന്ന് പ്രാവശ്യം? ഡോക്ടർ ശൈലജ അല്ല, നമ്മള് സിനയിലല്ലേ? സിന അവസാനം പറഞ്ഞ ഒച്ച കുറച്ച് കുറവാണോ? ശൈല ഡോക്ടർ ഇല്ല സാറേ, അതാണ്. ഇല്ല ഇല്ല, ശരി. സിനയായിരുന്നു. സിനയായിരുന്നോ? അതെ അതെ. കോൺസ്റ്റന്റ്ലി ഡിഗിങ് ആൻഡ് ബോറിംഗ് അറ്റ് ദി നോസ്, ഫിക്സ് ദി നോസ് ഓൾ ദി ടൈം. അതെല്ലാം സിനയുടെയാണ് ഞാൻ പറഞ്ഞത്. കനൈൻ ഹങ്കർ, ഹംഗ്രി സൂൺ ആഫ്റ്റർ എ ഫുൾ മീൽ, പിന്നെ ബെറ്റർ ബൈ നീ ചെസ്റ്റ് പൊസിഷൻ. അതൊക്കെ സിനയുടെ പ്രത്യേകതയാണ്. ഈ നീ ചെസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാലും എക്സാക്ട്ലി നീ ചെസ്റ്റ് പൊസിഷൻ സിനയ്ക്ക് വരണമെന്നില്ല. സിന കുട്ടികൾ എപ്പോഴും കമന്നേ കിടക്കത്തുള്ളൂ. അതാണ് സിനയുടെ ഒരു പ്രത്യേകത. അത് നമ്മൾ അപ്പൊ നമ്മുടെ വീട്ടമ്മമാർ വന്ന് പറയും, ഡോക്ടറെ ഇവളെ എപ്പോഴും ഇല്ലെങ്കിൽ ഇവനെപ്പോഴും ഈ കമന്നേ കിടക്കത്തുള്ളൂ, അത് വിരയുടെ ലക്ഷണമാണ് എന്ന് അവർ പറയും. പക്ഷെ അതൊരു നാട്ടറിവാണ്. അതൊരു നാട്ടറിവാണ്. പക്ഷെ നമ്മുടെ ഇതിനകത്ത് നമ്മളത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പം ഈ കമന്ന് കിടക്കുന്നതിനെ കുറിച്ച് നമ്മൾ വേറൊരു മെഡിസിനും കൂടെ പറയും. അതാണ് മെഡോറിനം എന്ന് പറയും. മെഡോറിനത്തിനാണെങ്കിൽ എക്സാക്ട്ലി നീ ചെസ്റ്റ് പൊസിഷനിൽ തന്നെ കിടക്കും. പക്ഷേ ഈ മെഡോറിനത്തിന് നമ്മൾ കമന്ന് കിടക്കുക. അതായത് ഇപ്പൊ തന്നെ ഒരു കുട്ടി വിമ്മിഷ്ടമുള്ളൊരു കുട്ടിയാണെന്ന് വിചാരിച്ചോളുക. ആ കുട്ടി വിമ്മിഷ്ടം വരുമ്പോൾ എപ്പോഴും കമന്നേ കിടക്കത്തുള്ളൂ. അങ്ങനെ വരികയാണെങ്കിലും നമുക്ക് മെഡോറിനം പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പക്ഷെ മെഡോറിനത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ മെഡോറിനം കുട്ടികൾക്ക് ഈ പുളിയോട് ആഗ്രഹം കൂടുതലായിരിക്കും. പുളിയുള്ള ഭക്ഷണങ്ങൾ. അതായത് ഈ നാരങ്ങയൊക്കെ അവര് ചുമ്മാതെ ഇങ്ങനെ ചീമ്പി കുടിക്കും. അതാണ് ക്രേവിങ് ഫോർ ഈ സോർ തിങ്സ്. അത് ഈ മെഡോറിനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ നമ്മൾ സിനായും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ വേണ്ടത് സൾഫറിലേക്കാണ്. സൾഫർ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൾഫർ കുട്ടികൾ വിഡ്രോയിങ് ടൈപ്പും ഉണ്ട്, അതുപോലെ ഒരു അപ്രോച്ചിങ് ടൈപ്പ്. നമ്മുടെ അടുത്ത് ആ കുട്ടികൾ അടുത്ത് നമ്മളോട് അടുത്തോട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ
വരാതിരിക്കുകയും ചെയ്യും. അങ്ങനെ രണ്ട് രീതിയിൽ ഈ കുട്ടികളുണ്ട്. ഈ സൾഫറിന്റെ പ്രത്യേകം പറയത്തില്ലേ, നമ്മൾ ഡബിൾ എൻഡഡ് സോഡ് എന്ന് പറയും. സൾഫറിനെ കുറിച്ച് പറയുമ്പോൾ ഈ സൾഫർ നമ്മളുടെ പ്രത്യേകത, സാധാരണ ഡോക്ടർമാർ ഇറപ്ഷൻ ഒരു സപ്രസ്ഡ് സ്റ്റേജിലാണെങ്കിൽ സൾഫർ കൊടുക്കാറുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീസിൽസ് പോലുള്ള രോഗം വരുമ്പം നേരത്തെയൊക്കെ ഞാൻ സൾഫർ കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ സൾഫർ കൊടുക്കാറില്ല. എന്താന്ന് വെച്ചാൽ ഇറപ്റ്റ് ചെയ്യുന്ന ഈ വരുന്ന ഇറപ്ഷൻ സൾഫർ കൊടുത്തു കഴിഞ്ഞാൽ അകത്തോട്ട് വലിയുന്നതായിട്ടും കാണും. അതുകൊണ്ട് ഞാൻ സൾഫർ സാധാരണ ഇപ്പൊ കൊടുക്കാറില്ല. ഞാൻ അതിന് സിങ്കമെറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൾസാറ്റില കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ മീസിൽസ് ഒന്നും ഇല്ല. പക്ഷെ ചിക്കൻ ബോക്സ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പം ഉണ്ട്, ധാരാളം ചിക്കൻ ബോക്സ് ഉണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ വെളി വരാനായിട്ട് ഈ പൾസാറ്റിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതിപ്പം ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതായത് പിന്നെ സൾഫർ ചിൽഡ്രൻസ് കനോട്ട് ബി വാഷ്ഡ്, കുളിക്കാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് ഈ സൾഫർ കുട്ടികൾ. അത് നമുക്കറിയാൻ പറ്റും. ദേഹത്ത് വെള്ളം ഒഴിക്കുന്നവർക്ക് ഇഷ്ടമല്ല. അവർക്ക് എത്ര ദിവസം വേണമെങ്കിലും ഈ സിന കുട്ടികൾ കുളിക്കാതെ ഇരിക്കാനായിട്ട് ഇഷ്ടമാണ്. ഐ മീൻ സൾഫർ കുട്ടികൾ കുളിക്കാതിരിക്കാൻ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ വലിയവരെ പോലെ തന്നെയാണ് സൾഫർ കുട്ടികളും. ഒരു വാഷ് ചെയ്യാനായിട്ടോ ഇല്ലെങ്കിൽ വേറെ ഒരു ഡ്രസ്സ് ഇടാനായിട്ടോ ഒട്ടും താല്പര്യം കാണിക്കാറില്ല. പിന്നെ ഒരു ഇമാസിയേറ്റഡ് ടൈപ്പാണ് ഈ സൾഫർ കുട്ടികൾ. ഇമാസിയേഷൻസ് ഉണ്ടാവും. ഇമാസിയേഷൻ ധാരാളം മെഡിസിൻസ് ഉണ്ട്, എന്നാലും സൾഫറിനും ഉണ്ട് ഈ ഇമാസിയേഷൻ. പിന്നെ റെസ്റ്റ്ലെസ് ആണ് ഈ കുട്ടികൾ. എപ്പോഴും ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. നമുക്കറിയാം റെസ്റ്റ്ലെസ് ആയിട്ടുള്ള വേറെ ധാരാളം മെഡിസിൻസ്. റെസ്റ്റ്ലെസ് പേഴ്സണാലിറ്റി ഇപ്പൊ കമോമില റെസ്റ്റ്ലെസ് ആണ്, റെസ്റ്റോക്സ് റെസ്റ്റ്ലെസ് ആണ്, ആഴ്സനിക്കം റെസ്റ്റോക്സ് ആണ്. ആഴ്സനിക്കത്തിന് മെന്റൽ റെസ്റ്റ്ലെസ് ആണെങ്കിൽ റെസ്റ്റോക്സിന് ബോഡിലി റെസിസ്റ്റൻസ് ആണ്. പിന്നെ സൾഫർ ഇസ് എ ഹോട്ട് പേഷ്യൻറ്റ്. സൾഫർ ഹോട്ടാണ് ആൾ. അപ്പോൾ ഈ ഹോട്ട് ആണെങ്കിലും കുളിക്കാനായിട്ട് താല്പര്യം കാണിക്കാറ് സൾഫർ കുട്ടികൾ. ഈ രാത്രിയിലൊക്കെ ആണെങ്കിലും ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളോ മറ്റോ ഒക്കെ ആണെങ്കിൽ പോലും എടുത്ത് ദൂരക്കളെ കുട്ടികൾ. അത് ഇഷ്ടമല്ല. കാര്യം വെച്ചാൽ ഇസ് എ ഹോട്ട് പേഷ്യൻ്റ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് ഈ സൾഫറിന്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ. എപ്പോഴും നമ്മൾ വെൽ സെലക്റ്റഡ് റെമഡീസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ കുറയുന്നു എന്ന് തോന്നുകയാണെങ്കിൽ വി ക്യാൻ ഗീവ് ദ സൾഫർ. പിന്നെ ഇവർക്ക് എപ്പോഴും ഈ സ്കിൻ ഡിസീസസ് പ്രോൺനെസ് ഉണ്ട്. ഈ സൾഫർ കുട്ടികൾക്ക് എപ്പോഴും ചൊറി, ചെരങ്ങ്, ഇതിനൊക്കെ ഒരു പ്രോൺനെസ് ഉണ്ട്. ഈ ചൊറി, ചെരങ്ങൊക്കെ നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻ വെച്ച് കരിച്ചാൽ പോലും അത് ഉള്ളിൽ തന്നെ ആ സോറ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സൾഫർ എന്തെങ്കിലും കൊടുത്തോ ഗ്രാഫൈറ്റിസോ ആന്റിസോറിക് റെമഡീസ് കൊടുത്ത് ഇത് കുറച്ചാൽ പോലും ആ കുട്ടികൾക്ക് പിന്നെ ഈ ആസ്മായ, ബ്രോങ്കൈറ്റിസ് ഒക്കെ വരുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെപ്പോഴും ഹാപ്പി ഡ്രീംസ് ആണ്. ഹാപ്പി ഡ്രീംസ്, അതായത് ഡ്രീംസിൽ എപ്പോഴും നല്ല സ്വപ്നങ്ങൾ കാണും. നല്ല സ്വപ്നങ്ങൾ കണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവർ ഫ്രഷാണ്. ഈ സൾഫർ കുട്ടികൾ ഫ്രഷ് ആയിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. ഹാപ്പി ഡ്രീംസ്, വേക്സ് അപ്പ്, പാട്ടും ഒക്കെ പാടി നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടായിരിക്കും അമ്മയുടെ അടുക്കലേക്ക് വരുന്നത്. അത് ഈ സൾഫർ കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഈ ഏത് കാര്യവും ഈ സൾഫർ കുട്ടികൾ ഭംഗിയായിട്ടേ കാണത്തുള്ളൂ. അതിൽ ഈ ഡേർട്ടി ആയിട്ടുള്ള കാര്യത്തിൽ പോലും അവർ കാണുന്നത് ഭംഗിയായിട്ടേ കാണത്തുള്ളൂ, ബ്യൂട്ടിഫുൾ ആയിട്ടേ അവർ കാണത്തുള്ളൂ. എവറിത്തിങ് ലുക്സ് പ്രിറ്റി ആൻഡ് ഈവൻ റാറ്റ്സ് സീംസ് ബ്യൂട്ടിഫുൾ. അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത.
പിന്നെ ഈ ചില കുട്ടികൾ, സൾഫർ കുട്ടികൾ, ദർ ലുക്സ് ലൈക്ക് ആൻ ഓൾഡ് മാൻ അല്ലെങ്കിൽ ഓൾഡ് ലേഡി. മുഖത്ത് നോക്കുമ്പോൾ പ്രായം കൂടുതൽ തോന്നും സൾഫർ കുട്ടികൾ. ഒരു ഇമാസിയേഷൻ ഓഫ് ലിംസും ഉണ്ടാവും സൾഫർ കുട്ടികൾക്ക്. പിന്നെ പൊതുവെ സൾഫറിന്റെ കുട്ടികൾ, സൾഫർ ഈ സെൽഫിഷ് ആണ് കുട്ടികൾ, സെൽഫിഷ് ആണ്. അവരവരുടെ കളിപ്പാട്ടമൊന്നും മറ്റു കുട്ടികൾക്ക് കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. സെൽഫിഷ് ആണ്. പിന്നെ ഇൻട്രോവേർട്സ് അല്ല കൂടുതലും, എക്സ്ട്രോവേർട്സ് ആണ്. ഇൻട്രോവേർട്സ് എന്ന് വെച്ചാൽ ഉൾവലിഞ്ഞ ഒരു സ്വഭാവമല്ല, എപ്പോഴും ബഹിർമുഖമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഈ സൾഫർ കുട്ടികൾക്ക്. പിന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഈ കൊഞ്ചിക്കൊഴയുന്ന സ്വഭാവമുള്ളത്, കൊഞ്ചിക്കൊഴയുന്ന സ്വഭാവം. അതിന് നമ്മുടെ ഇതിനകത്ത് പറയുന്നത് COQUETTISH, ക്വൈറ്റിഷ് എന്നാണ് പറയുന്നത്. ഒരു കൊഞ്ചിക്കൊഴയുന്ന സ്വഭാവമാണ് ഈ സൾഫർ കുട്ടികൾ. അമ്മയുടെ കലാണെങ്കിലും അച്ഛൻ്റെ കലാണെങ്കിലും എല്ലാം അങ്ങനെയാണ് കാണുന്നത്. പിന്നെ പൊതുവെ സൾഫർ കുട്ടികൾ ജീനിയസ് ആണ് കേട്ടോ. ആ ജീനിയസ് ആണ്, പക്ഷേ അത് വൺ സബ്ജക്ട് ജീനിയസ് ആണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലായിരിക്കും അവർ ജീനിയസ് ആയിരിക്കാം. ഒന്നില്ലേ മാത്തമാറ്റിക്സിലായിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും, അല്ലെങ്കിൽ ഹിസ്റ്ററിയിലായിരിക്കും. എല്ലാത്തിലും കൂടെ ഉള്ള ഒരു രീതിയല്ല, ഒരു സബ്ജക്റ്റ് മാത്രമേ ആയിട്ട് അവർ ജീനിയസ് ആയിരിക്കും സൾഫറിന്റെ കുട്ടികൾ. ഇത്രയാണ് എനിക്ക് സൾഫർ കുട്ടികളെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത നമുക്ക് മെഡിസിൻ വരുന്നത് സ്ട്രാമോണിയമാണ്. സ്ട്രാമോണിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലത്തോറിക് ടൈപ്പാണ് സ്ട്രാമോണിയം കുട്ടികൾ. പ്ലത്തോറിക് ടൈപ്പ്, അത് വലിയവരാണെങ്കിലും അതെ, ഒരു പ്ലത്തോറിക് ടൈപ്പാണ്. പ്ലത്തോറിക് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, അതിൻ്റെ എനിക്ക് എക്സാക്ട്ലി മലയാളം എൻ്റെ കിട്ടുന്നില്ല. പക്ഷെ ഒരു പ്ലത്തോറിക് ടൈപ്പായിട്ടാണ് ഈ സ്ട്രാമോണിയം. പിന്നെ ചിൽഡ്രൻ ഇൻ കൊറിയ, അതായത് ഇൻവോളണ്ടറി ഈ മൂവ്മെന്റ്സ് ഈ സ്ട്രാമോണിയം കുട്ടികൾക്ക് ഉണ്ടാവും. ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്, അവര് എവിടെങ്കിലും ഇരിക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ ഒക്കെ അവരുടെ കൈകളോ കാലുകളോ ഒക്കെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ഫീവറിലാണെങ്കിൽ അവർക്ക് മാനിയ. അപ്പൊ ഈ നമ്മൾ ഈ ടൈഫോയിഡ് ഒക്കെ ചികിത്സിക്കുമ്പം ഈ കണ്ടീഷൻ സാധാരണ നമ്മൾ കാണാറുണ്ട്. അതിന് ഏറ്റവും നല്ലത് സ്ട്രാമോണിയമാണ്. പിന്നെ ഇൻകോഹറന്റ് ടോക്കിംഗ് ആയിരിക്കും. ഇൻകോഹറന്റ് ടോക്കിംഗ് എന്ന് പറയുന്നത് പരസ്പര ബന്ധമില്ലാതെ ഒരു സംസാരിക്കും. ഇൻകോഹറന്റ് ടോക്കിംഗ് ആൻഡ് ലാഫിംഗ്. അതുപോലെ ചുമ്മാ ചിരിക്കുക. അതുപോലെ തന്നെ പ്രേയിങ് ഇതൊക്കെ ഈ പിന്നെ ഈ സ്ട്രാമോണിയം പേഷ്യൻസിന് ഉള്ളതാണ്. പിന്നെ ഡിസയേഴ്സ് ലൈറ്റ് ആൻഡ് കമ്പനി, എപ്പോഴും വെട്ടം വേണം ഇവർക്ക്. അപ്പൊ തന്നെ ഈ കുട്ടികൾ, ചില കുട്ടികൾ കാണാൻ മേലെ നമ്മൾ മുറിക്കകത്ത് കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ വെട്ടം ഇട്ട് കൊടുക്കണം. അവർക്ക് ആ വെട്ടം വേണം, എന്നാലും അവർ കിടന്നുറങ്ങും. അതാണ്. പിന്നെ അമ്മ കൂടെ ഇരിക്കണം, ഇല്ലെങ്കിൽ മൂത്ത കുട്ടി കൂടെ ഇരിക്കണം, ഇല്ലെങ്കിൽ അച്ഛൻ കൂടെ ഇരിക്കണം. ഡിസയേഴ്സ് കമ്പനി. അങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് കാണാൻ പറ്റും. ഈ അമ്മമാർ വന്ന് പറയും നമ്മൾക്ക്, ഇവര് ഉറങ്ങത്തില്ല, ഉറങ്ങണമെങ്കിൽ ലൈറ്റ് ഇട്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ കൂട്ടിരിക്കണം, അങ്ങനെ പറയും. അതായത് കനോട്ട് ബിയർ ടു ബി അലോൺ, അതാണ് അതിന്റെ റൂബ്രിക് വരുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയത്തില്ല ഈ കുട്ടികൾക്ക്. അതാണ് കനോട്ട് ബിയർ ടു ബി അലോൺ. വർസ് ഇൻ ദി ഡാർക്ക് റൂം ആൻഡ് സോളിറ്റ്യൂഡ്. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഈ കുട്ടികൾക്ക് ഇഷ്ടമല്ല. ആ സമയത്ത് ആണെങ്കിൽ എല്ലാം അവർക്ക് എയിൽമെന്റ്സും ഉണ്ടെങ്കിൽ അതെല്ലാം അഗ്രവേറ്റ് ചെയ്യും. പിന്നെ രാത്രിയിലൊക്കെ ആണെങ്കിൽ ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഷ്രീക്കിംഗ് ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നിലവിളിച്ചോണ്ട് കഴിഞ്ഞിട്ട് പേടിച്ച്. അത് ഈ സ്ട്രാമോണിയം കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ്, സ്ട്രീക്കിംഗ്. ആസ് ഇഫ് അഫ്രൈഡ് ഓഫ്
സംതിങ് സം ഓബ്ജക്ട് സീൻ, എന്തോ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ടതുപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞെട്ടി നിലവിളിക്കും. അത് ഈ സ്ട്രാമോണിയം കുട്ടികളുടെ ഒരു പ്രത്യേകതമാണ്. പിന്നെ ഹലൂസിനേഷൻ ഉണ്ടാവും ഈ കുട്ടികൾക്ക്. എന്നാൽ അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് സാധാരണയായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്നാലും നമ്മൾ കേസ് എടുക്കുമ്പോഴത്തേക്ക് ചോദിച്ച അമ്മമാർ തന്നെ ഇതെല്ലാം പറയും നമ്മുടെ കയ്യിൽ. പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത, ക്രോസ് വൈസ് ആയിരിക്കും കിടക്കുന്നത്. എപ്പോഴും ക്രോസ് വൈസേ കിടക്കത്തുള്ളൂ, നേരെ കിടക്കത്തില്ല. അത് ഈ കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ് ലൈങ് ക്രോസ് വൈസ്. പിന്നെ ഈ കുട്ടികളുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്ത് അസുഖത്തിനും ഉണ്ടല്ലോ പെയിൻ ഉണ്ടായിരിക്കത്തില്ല. ഞാൻ അങ്ങനത്തെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. പെയിൻലെസ് ആണ്. അതായത് ഇപ്പൊ നമ്മുടെ സാധാരണ കുട്ടികളെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടികൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കരയും. അതേസമയം ഈ സ്ട്രോമോണിയം ഇങ്ങനത്തെ കുട്ടികൾ ഇഞ്ചക്ഷൻ എടുത്താൽ കരയത്തില്ല, അവർ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുമൊക്കെ ഇതിന്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക് സിംറ്റമാണ്. ഉറക്കം വരുന്നുണ്ട്, എത്ര ഉറക്കിയാലും പക്ഷെ ഉറങ്ങത്തില്ല. അപ്പൊ അമ്മമാർ പറയും നമ്മുടെക്കല്, അതായത് ഈ കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഉറങ്ങുന്നില്ല. അതും ഈ സ്ട്രാമോണിയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ സ്ട്രാമോണിയം കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് ഹയോസിയാമസ് ആണ്. അതിന് വളരെ കുറച്ച് റൂബ്രിക്കുകളേ ഉള്ളൂ. അതായത് ഈ ഹയോസിയാമസ് കുട്ടികൾക്ക് ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മൂത്ത കുട്ടിയാണെങ്കിൽ രണ്ടാമത്തെ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില സിംറ്റംസ് ഒക്കെ, അതായത് ഒരു ഫോർസേക്കൺ ഫീലിംഗ്. ഫോർസേക്കൺ ഫീലിംഗ് എന്ന് വെച്ചാല് തന്നെ ഒഴിവാക്കുന്നു എന്ന ഒരു തോന്നല് ഈ കുട്ടികൾക്ക്, ഹയോസിയാമസ് കുട്ടികൾക്ക് ഉണ്ടാവാം. അതിന് ഫോർസേക്കൺ ഫീലിങ്ങിന് ഹയോസിയാമസ് നല്ല മെഡിസിനാണ്. പിന്നെ ആള് കുറച്ച് ഡിസ്ട്രക്റ്റീവ് ടൈപ്പാണ്. ഡിസ്ട്രക്റ്റീവ് എന്ന് വെച്ചാൽ എന്ത് കൈ കിട്ടിയാലും ഒരു നശിപ്പിക്കാനുള്ള വാസന അതുണ്ടാവും ഈ ഹയോസിയാമസ് കുട്ടികൾ. പിന്നെ ഈ ചെറിയ ഈ പേടി വന്നാലും കൺവൾഷൻസ് ഉണ്ടാവും. ഉണ്ടാകുന്ന കുട്ടികളുണ്ട്. പേടി. ഇപ്പൊ അച്ഛൻ വന്നു എന്തെങ്കിലും വഴക്ക് പറഞ്ഞു വന്നിരിക്കട്ടെ, ഇല്ലേ അമ്മ വന്നു വഴക്ക്, അമ്മയുടെയൊക്കെ അത്ര പ്രശ്നം കാണത്തില്ല. അച്ഛൻ എന്തെങ്കിലും വഴക്ക് പറയുകയോ ഇല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ വല്ലതും ചെയ്താൽ പെട്ടെന്ന് കൺവേർഷൻ. അത് ഈ ഹയോസിയാമസ് കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതിനത്രയും ഞാൻ സാധാരണയായിട്ട് നോട്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഈസ് ടരൻഡുല സാധാരണയായിട്ട് ഈസി ആയിട്ട് നമുക്ക് ധാരാളം കേസുകൾ കിട്ടുന്നതും, അത് ADHD പേഷ്യൻസിന്, അതുപോലെ തന്നെ ഈ അങ്ങനെയുള്ള ഈ ബുദ്ധിവികാസം സംഭവിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് ചികിത്സിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് ഈ ടരൻഡുല ഹിസ്പാനിയ. ആ കുട്ടി അത് എപ്പോഴും ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ആ ബുദ്ധിവികാസം വരാത്ത കുട്ടികൾ എപ്പോഴും കാലോ കയ്യോ എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഡാൻസിങ് മൂവ്മെന്റ് ആയിരിക്കും ടരൻഡുലയ്ക്ക്. അത് വെച്ചുകൊണ്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടരൻഡുല കുട്ടികളെ നന്നായിട്ട് നമുക്ക് മാനേജ് ചെയ്യും. എനിക്കിപ്പോഴും ഒരു കുട്ടിയുണ്ട് അങ്ങനത്തത്. അതായത് ഈ TV-ക്കകത്തൊക്കെ പാട്ടോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ താനെ അതൊരു ഡാൻസിങ് മൂവ്മെന്റിലേക്ക്. ആ കുട്ടിക്ക് ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയാണ്. അത് ഞാനിപ്പോ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന മെഡിസിൻ ടരൻഡുലയാണ്. പിന്നെ മസിൽസ് ജെർക്കിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ടിച്ചിങ് ഉണ്ടാകും. അതായത് കയ്യും കാലും ഒക്കെ ഇങ്ങനെ ടിച്ചിങ് ഉണ്ടാകും. എന്താ ഇങ്ങനെ വലിഞ്ഞു മുറുക്കുന്ന ഒരു രീതി ഉണ്ടാകും. അതും ഇതിന്റെ ടരൻഡുലയ്ക്കാണ്. പിന്നെ റെസ്റ്റ്ലെസ്നെസ്, ഒരു സ്ഥലത്ത് പോലും അത് അടങ്ങിയിരിക്കത്തില്ല. അത് ഈ നമ്മുടെ ജനലിലേക്ക് കയറും, നമ്മുടെ ടേബിളിന്റെ പുറത്തേക്ക് കയറും. ഇങ്ങനെ
ഇങ്ങനെ മിരുമിരാന്നും പറഞ്ഞു കിടക്കും. ഞാൻ പറഞ്ഞില്ലേ ഈ ADHD കുട്ടികൾ, അതുപോലെ തന്നെ ബുദ്ധിവികാസമില്ലാത്ത മറ്റ് ടൈപ്പുള്ള കുട്ടികൾ, അവർക്കെല്ലാം കൊടുക്കാവുന്ന മരുന്നാണ് ഈ തരണ്ടുല എക്സ്പാനിയ. പിന്നെ അടുത്തത് ഈ പീരിയോഡിക്കൽ അപ്പിയറൻസ് ഓഫ് സിംറ്റംസ്. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാവുന്ന പീരിയോഡിക്കൽ അപ്പിയറൻസ്, അതായത് മാസത്തിൽ ഒരിക്കൽ ഉണ്ടാവുക, ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഉണ്ടാവുക, ഇല്ലെങ്കിൽ 3 ദിവസം ഒരിക്കൽ ഉണ്ടാവുക, അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് തരണ്ടുല. പിന്നെ അടുത്തത് ഈ ഒരു 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 സിക്നെസ് വ്യാജമായിട്ട് ഭാവിക്കും. വ്യാജമായിട്ട് അതിന് ഒരു ഫീൻ, FEIGN, ഫീൻ, അതായത് വ്യാജമായിട്ട് ഭാവിക്കുക. അങ്ങനെ ഈ കുട്ടികള്, ചില കുട്ടികൾ വെറുതെ പനിയാണെന്ന്, എനിക്ക് പനിയാണ്, ഇല്ലെങ്കിൽ എനിക്ക് വയറുവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന വ്യാജമായിട്ട് ഭാവിക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ തരണ്ടുല കൊടുക്കാവുന്നതാണ്. അതാണ് അത്രയേ ഉള്ളൂ അതിന് തരണ്ടുലയ്ക്ക് എനിക്ക് പറയാൻ. ഈ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കലാകാരനെ പോലെ ആയിരിക്കണമെന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. കലാകാരനെ പോലെ ആയിരിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാനായിട്ട് സാധാരണയായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്താ ചെയ്യുന്നത്? ആർട്ടിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇന്ദിരാഗാന്ധിയെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ മൂക്കാണ് അവര് ആദ്യം ഹൈലൈറ്റ് ചെയ്യുന്നത്. ആ മൂക്ക് വരച്ച് ബാക്കി 1-2 വരയും കുറിയിട്ട് കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയെ. നെഹ്റുവിനെ വരയ്ക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? ആ തൊപ്പിയും ആ ഫേസും കണ്ണടയും കൂടെ ആകുമ്പോഴത്തേക്ക് നെഹ്റു. ഗാന്ധിജിയെ വരയ്ക്കുമ്പോഴോ ആ കഷണ്ടിയും ആ മൂക്കും ആ വലിയ ചെവിയും വന്നു കഴിഞ്ഞാൽ ഗാന്ധിജിയെ. ഇപ്പൊ അങ്ങനെയാണ് ഈ കലാകാരന്മാര് പെട്ടെന്ന് തന്നെ ഒരാളിനെ സ്കെച്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞ കണക്കാണ് നമുക്കും കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെന്ന് മനസ്സിൽ വിചാരിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ചില പ്രത്യേക കാര്യങ്ങൾ നോട്ട് ചെയ്യാം. അത് വെച്ചുകൊണ്ട് നമുക്ക് ആ ആളിനെ ഐഡന്റിഫൈ ചെയ്യാം. ഈ ആള് ഇന്ന മെഡിസിനാണ് ഇയാൾക്ക് വരുന്നതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഒരു ഹോമിയോപ്പതി പ്രിസ്ക്രൈബർ എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് തന്നെയായിരിക്കും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഈസ് മെഡിസിൻ ഈസ് കാഴ്സിനോസിൻ. കാഴ്സിനോസിൻ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ആളാണ്. അതായത് ഒരു ഇന്റലക്ച്വലി അലസതയുള്ള ഒരാളാണ് ഈ കാഴ്സിനോസിൻ. ടോർപ്പർ എന്ന് പറയും. ടോർപ്പർ എന്ന് പറയുമ്പം അത് ഇന്റലക്ച്വൽ ടോർപ്പർ എന്ന് പറയും. അതായത് ബുദ്ധിപരമായിട്ടുള്ള ഒരു അലസത. അതാണ് ഈ കാഴ്സിനോസിന്റെ പ്രത്യേകത. അത് ഈ കുട്ടികളിലെ ബുദ്ധിപരമായിട്ട് അലസതയുള്ള കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. അതിന് കാഴ്സിനോസിൻ നല്ല മരുന്നാണ്. ചിന്തിക്കാനായിട്ട് ഒരു ഡിഫിക്കൽട്ടിയുള്ള കുട്ടികളാണ് ഈ കാഴ്സിനോസിൻ. ചിന്ത അവർക്ക് വലിയ പ്രശ്നമാണ്. ബുദ്ധി ഉണ്ട്, പക്ഷെ ചിന്തിക്കത്തില്ല. അതാണ് ആ കാഴ്സിനോസിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഒരു ഇൻഡിഫറൻസ് ടൈപ്പാണ്. ഇൻഡിഫറൻറ്റ്, അതായത് മറ്റുള്ളവരോട് ഒരു ഇൻഡിഫറൻ്റ് ആയിരിക്കും. അത് എന്നാൽ അവരോടൊക്കെ സ്നേഹവും അപ്പതിയുമുണ്ട്, പക്ഷെ അത് ഇൻഡിഫറൻ്റ് ആയിരിക്കും. ഈ കോൺവെർസേഷനില് അവർക്ക് വലിയ താല്പര്യമില്ല. കാഴ്സിനോസിന് കുട്ടികൾക്കാണെങ്കിലും ഒരു ടീനേജറാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഈ കോൺവെർസേഷനിൽ വലിയ താല്പര്യമില്ല. പിന്നെ ഈ നാട്രമറിന്റെ ഒരു സിംറ്റം ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൺസോലേഷൻ അവരിഷ്ടപ്പെടുന്നില്ല. നമ്മുടെ നാട്രമറിന്റെ പോലെ തന്നെയാണ്. കൺസോലേഷൻ അവര് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഒരു പേടിച്ചു തുറിയാണ് ഈ കാഴ്സിനോസിൻ. എപ്പോഴും ഒരു പേടിച്ചു തുറിയാണ്. വളരെ സെൻസിറ്റീവാണ്. അതുപോലെ തന്നെ ഈ ശാസിക്കുകയെന്നിരിക്കട്ടെ, അച്ഛനോ അമ്മയോ ശാസിക്കുകയാണെങ്കിൽ ദേ ആർ വെരി സെൻസിറ്റീവ്. അതായത് സെൻസിറ്റീവ് ടു റിപ്രിമാൻഡ്. റിപ്രിമാൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതനുസരിച്ച് ശാസിക്കുക. അത് അങ്ങനെ ശാസിക്കുമ്പോൾ അവർക്ക് അത് ഇഷ്ടമല്ല. ശാസിക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ അവർ സിമ്പതറ്റിക് ടു അതേഴ്സ്.
എല്ലാവരോടും മറ്റുള്ളവരോടും വളരെ സ്നേഹപരമായിട്ടും സിമ്പത്തറ്റിക്കുമായിട്ടാണ് അവർ പെരുമാറുന്നത്. ഇത്രയാണ് നമുക്ക് ഇപ്പൊ ഈ മെഡിസിൻ ഇതുള്ളത്. പിന്നെ നക്സോമിക്കയാണ് അടുത്തത്. നക്സോമിക്ക കൊണ്ട് ഞാൻ അത് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുട്ടികളുടെ അങ്ങ് ഫിനിഷ് ചെയ്യാം. അത് നക്സോമിക്ക എന്ന് പറഞ്ഞാൽ നക്സോമിക്ക കുട്ടികളെ അറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല. നമുക്ക് ഈ കറികളൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, എരിവ് ഏറ്റവും കൂടിയ എരിവുള്ള കറിയാണ് ഈ നക്സോമിക്ക കുട്ടികൾക്ക് ഇഷ്ടം. എന്നിട്ട് അത് ഈ മുളകരച്ച ചമ്മന്തിയൊക്കെ ആണെങ്കിൽ, ഇഡ്ഡലിക്ക് ഈ മുളകരച്ച ചമ്മന്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് നാക്കയിൽ ഈ കൈ കൊണ്ടെടുത്ത് നാക്കയിൽ വെച്ച് തിന്നും. ഇതുപോലെ തന്നെയാണ് ഉപ്പും. എരിവ്, പുളി, ഉപ്പ്, മധുരം. മധുരത്തിനേക്കാൾ താല്പര്യം അവർക്ക് ഈ സ്പൈസി തിങ്സിനോടാണ് കൂടുതൽ. അതാണ് നക്സോമിക്ക കുട്ടികളുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ വാശി, ഭയങ്കര വാശിയാണ് ഈ നക്സോമിക്ക കുട്ടികൾ. എത്ര പറഞ്ഞാലും അങ്ങോട്ടേക്ക് താഴെ കിടന്ന് നിലത്ത് കിടന്ന് ഉരുണ്ട്. അപ്പൊ അമ്മമാരൊക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവനെ അങ്ങ് വെറുതെ വിടും, കരഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. അങ്ങോട്ട് കരഞ്ഞു കഴിയുമ്പോൾ ഈ നക്സോമിക്ക കുട്ടികൾ എഴുന്നേറ്റ് വരും. അതുപോലെ തന്നെ ഈ നക്സോമിക്കയുടെ വേറൊരു പ്രത്യേകത, എപ്പോഴും ഈ കുട്ടികൾക്ക് വയറിന് അസുഖമായിരിക്കും. അത് ഈ ഇൻഡൈജസ്റ്റബിൾ ആയിട്ടുള്ളതും ഈ എരിവും ഒക്കെ കഴിക്കുന്നതുകൊണ്ടാണ് അത് വരുന്നത്, ഈ വയറിന് അസുഖം വരുന്നത്. ഡയറിയ അതുപോലെ തന്നെ ഈ ഇത് വരും, ഈ എന്താ പറയുക, പൈൽസിന്റെ അസുഖം. ഞാൻ അങ്ങനെ ചികിത്സിച്ചിട്ടുണ്ട്. 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ പൈൽസ് വെളിയിലേക്ക് ഇങ്ങനെ ചാടിയിട്ട് ആ ഒരു കണ്ടീഷനിലാണ് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരുന്നത്. അതെന്നിട്ട് ഞാൻ പതുക്കെ ആ സമയത്ത് തന്നെ സ്വപ്പം ഓയിൽ എടുത്തിട്ട് അകത്തോട്ടേക്ക് തള്ളി അകത്തോട്ടാക്കി. അപ്പൊ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എക്സാക്ട്ലി ഇത് നക്സോമിക്ക. ഞാൻ നക്സോമിക്ക 10 ഡോസ് കൊടുത്തു. ഇന്ന് വരെ ആ സംഭവം പിന്നെ ഉണ്ടായിട്ടില്ല. ആ കുട്ടിക്ക് പൈൽസിന്റെ അസുഖം ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പൊ ഈ അടുത്ത ദിവസം അവനിപ്പോ ഏതാണ്ട് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുകയാണ്. ഇപ്പൊ അവൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒക്കെ മരുന്നിന് വന്നാൽ വേറൊന്നുമല്ല, സ്വല്പം ഈ ഇതുണ്ട്, അറ്റൻഷൻ ഡെഫിഷ്യൻസി സിംറ്റം കാണിക്കുന്നുണ്ട് അവൻ. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും മരുന്ന് കൊടുക്കണമെന്നും പറഞ്ഞാണ് വന്നത്. പിന്നെ അവൻ്റെ അമ്മയ്ക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം, അതിന് മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും കൂടെ വന്നിരുന്നു. അതിന് മരുന്ന് കൊടുത്ത് ഞാൻ വിട്ടു. അങ്ങനെയുള്ള അത് ഈ നക്സോമിക്ക കുട്ടികൾ അങ്ങനെയാണ്. അവരെ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല നക്സോമിക്ക കുട്ടികളെ. ആ രീതി നമ്മൾ ചികിത്സിക്കണം. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചുമ്മാ ചോദിച്ച് മനസ്സിലാക്കണം. അവന്റെ ഫുഡ്, അവന്റെ രീതികൾ, അവന്റെ പെരുമാറ്റങ്ങൾ എല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് നക്സോമിക്ക കിട്ടും. ഏത് അസുഖം ആയിക്കോട്ടെ, അവന് തലവേദന ആയിക്കോട്ടെ, അവന് വയറ്റിലസുഖം ആയിക്കോട്ടെ, അവന് വേറെ എന്ത് അസുഖമാണെങ്കിലും നമ്മൾ നക്സോമിക്ക കൊടുക്കുക. അത് നക്സോമിക്ക ഞാൻ സാധാരണയായിട്ട് 10 ml കോൺസ്റ്റിറ്റ്യൂഷൻ, എൻ്റെ പ്രിസ്ക്രിപ്ഷൻ എല്ലാം നക്സോമിക്ക 10 ml. ഇത്രയാണ് ഞാനിപ്പോ സാധാരണഗതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് ടിപ്സ് ഉണ്ട്, അത് വേണമെങ്കിൽ. സമയം എന്തായി ഡോക്ടറെ? അരമണിക്കൂറുണ്ട് സാറേ. ഇനി അരമണിക്കൂർ. 20 മിനിറ്റ് അരമണിക്കൂറിൽ നമുക്ക് ഞാൻ ചില കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് തരാം. ഈ കുട്ടികൾ തന്നെ നമ്മളൊക്കെ ഈ ഓൾഡ് ലുക്കിംഗ് ചൈൽഡ് ആഫ്റ്റർ ബർത്ത്, ചില കുട്ടികളെ പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഓൾഡ് ലുക്ക് ഫീൽ ചെയ്യും. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണത്. ഓൾഡ് ലുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രസവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയാണ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ സിഫിലിനമാണ്. സിഫിലിനം വണ്ണം ഒരു ഡോസ് കൊടുക്കണം. പിന്നെ അടുത്തത് ഈ തല വലുതായിട്ടുള്ള കുട്ടികൾ പ്രസവിച്ച് കഴിയുമ്പോൾ തല വലുതായിട്ടുള്ള കുട്ടികൾ, ആ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ തന്നെ മെഡോറിനം വണ്ണം.
മെഡോറിനം ഡോസ് കൊടുക്കാം. പിന്നെ ചില കുഞ്ഞുങ്ങളിലെ ഈ ഏനസിന്റെ അവിടെ ഈ റോനസ് കാണും. അതിന് പിന്നെ ബെസ്റ്റ് മെഡിസിൻ സൾഫർ 30 ഒരു ഡോസ് കൊടുത്താൽ മതി. ആ സൾഫർ 30 കൊണ്ട് മാറിയില്ലെങ്കിൽ മാത്രം കാൽക്കരിയ കാർബിലേക്ക് പോവാം. കാൽക്കരിയ കാർബ് അതും ഇതെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് 1 ഡോസോ 2 ഡോസോ കൂടുതൽ കൊടുക്കരുത്. പിന്നെ ഈ ദേഹത്ത് ഈ റെഡ് റാഷ് ചില കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ച് കഴിഞ്ഞ് കുറച്ച് 2-3 മാസമൊക്കെ ആയി കഴിയുമ്പോൾ ദേഹത്ത് ഈ റെഡ് റാഷസ് വരും. ആ റെഡ് റാഷസിന് ഇതുപോലെ തന്നെ സൾഫർ 30 ഒരു ഡ്രോപ്പ് 1 ഔൺസ് വെള്ളത്തിൽ ഇറ്റിച്ചിട്ട് നമ്മുടെ അതിൽ നിന്ന് ഒരു 3 തുള്ളി വെച്ച് രാവിലെയും വൈകിട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഈ റാഷസ് ഡിസപ്പിയർ ചെയ്യും. ഈ റാഷസ് എന്നിട്ടും ഡിസപ്പിയർ ചെയ്യില്ല എങ്കിൽ കൊടുക്കേണ്ട മെഡിസിൻ എന്താണെന്ന് വെച്ചാൽ ഈ മെഡോറിനം വണ്ണം ഡോസ് കൊടുക്കുക. പിന്നെ വേറെ ഒരു കാര്യം, നമ്മളെ ഈ പ്രസവിച്ച് ഈ പണ്ടൊക്കെ ഫോഴ്സപ്സ് ഡെലിവറിയാണ് ഉണ്ടായിരുന്നത്. ഈ ഫോഴ്സപ്സ് ഡെലിവറി കഴിഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു പാരാലിസിസ് പോലെ, അതായത് ഈ ബ്രെയിൻ ഇഞ്ചുറി പോലെ എന്തെങ്കിലും കണ്ടിട്ട് കയ്യോ കാലോ അനക്കാതെയോ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് അക്കോണൈറ്റ് ആണ്. ആദ്യം കൊടുക്കുന്നത് അക്കോണൈറ്റ് വണ്ണം കൊടുക്കണം. 1-2 ഡോസ് കൊടുക്കണം. പിന്നെ അതുകൊണ്ട് മാറിയില്ല എങ്കിൽ ഓപ്പിയം 30 കൊടുത്താൽ മതി. പിന്നെ ഈ അപ്പോപ്ലക്സി ഉണ്ടായിട്ട് കഴിഞ്ഞിട്ട് കുറുകുറുപ്പുണ്ടെന്ന് വിചാരിച്ചോളൂ. കുറുകുറുപ്പും കൂടെ ഉണ്ടെങ്കിൽ ആന്റിൻഡാർട്ട് കൊടുക്കണം. അതിന്റെ കൂട്ടത്തിൽ ആന്റിൻഡാർട്ടും കൂടെ കൊടുക്കണം. പിന്നെ കുട്ടികൾക്ക് പിന്നെ നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അമ്മമാര് നമ്മളൊക്കെ വന്ന് പറയും കുഞ്ഞിന് വിശപ്പില്ല എന്ന് പറയും, ഒന്നും കഴിക്കുന്നില്ല, വിശപ്പില്ല എന്ന് പറയും. അപ്പൊ കൊടുക്കേണ്ട ഒരു ബെസ്റ്റ് മെഡിസിൻ ആണ് കാൽക്കേരിയ ഫോസ് 6X കണ്ടിന്യൂ ചെയ്യണം. കാൽക്കേരിയ ഫോസ് 30 കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ പതുക്കെ വിശപ്പുണ്ടായിപ്പോകും. കാൽക്കേരിയ ഫോസ് ആണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ. പിന്നെ ഡെബിലിറ്റി, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഡെബിലിറ്റി, അതായത് ഉജാറില്ലായ്മ, അതിന് ഏറ്റവും നല്ല മെഡിസിൻ ഫെറംഫോസ് 30 3 നേരം വെച്ച് കൊടുത്താൽ ആ ഉജാറില്ലായ്മ മാറി. പിന്നെ ശ്വാസം മുട്ടൽ, അതായത് ആസ്ഫിക്സിയ ഉണ്ടാകുക ഈ ഡെലിവറി സമയത്തോ മറ്റോ അങ്ങനെ എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ ആന്റിൻഡാർട്ട് 30 ഫ്രീക്വന്റ് ആയിട്ട് ഒരു ഡ്രോപ്പ് 1 ഔൺസ് വെള്ളത്തിൽ ഇറ്റിച്ചിട്ട് ഫ്രീക്വന്റ് ആയിട്ട് 1-2 തുള്ളി വെച്ച് അരമണിക്കൂർ ഇടവിട്ടോ 1 മണിക്കൂർ ഇടവിട്ടോ കൊടുക്കുക. അതിന്റെ കൂട്ടത്തിൽ ഓപ്പിയം കൂടെ കൊടുക്കുക. ഓപ്പിയം 30 കൂടെ കൊടുക്കാം. പിന്നെ ചില കുട്ടികൾക്ക് ഈ തേമി വരും. അതായത് നമ്മൾ പറയത്തില്ലേ ഗ്രഹണി പിടിച്ച പോലെ, അതായത് മരാസ്മസോട് കൂടി വരികയും ആ കുട്ടിക്ക് വിമിഷ്ടം ഉണ്ടെന്നിരിക്കട്ടെ, ആസ്മയും കൂടെ ഉണ്ടെന്നിരിക്കട്ടെ, അതിന് ബെസ്റ്റ് മെഡിസിൻ ഈസ് മെഡോറിനം ഏറ്റവും നല്ല മെഡിസിൻ. പിന്നെ ഈ കുട്ടികൾക്കുണ്ടാകുന്ന ആസ്മ, ഞാനതിൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്നാൽ ഇത് കോമൺ റെമഡി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റും. നാട്രം സൾഫ് 6X അങ്ങനെയുള്ള കൂടെ ഈ ചുമ വിമിഷ്ടം വരുന്ന കുട്ടികൾക്ക് നാട്രം സൾഫ് 6X നല്ല കമ്പനിയുടെ വാങ്ങിച്ച് ഒരു 3 ഗുളിക വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. ഒരു 6 months ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഈ ആസ്മ പിന്നെ അങ്ങനെ ഉണ്ടാവത്തില്ലാത്തതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അങ്ങനെ ധാരാളം കുട്ടികൾക്ക് അതായത് ഒരു ആസ്മാറ്റിക് നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നാലും ഇടയ്ക്ക് വിമിഷ്ടം വരിക, അങ്ങനെയുള്ള കുട്ടികൾക്ക് നാട്രം സൾഫ് 6X കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താൽ മതി. 3 ഗുളിക ഒരു നേരം അറിയാമല്ലോ, ഒരു ബെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ് ഇത്. ഞാൻ പറഞ്ഞത് ഒരു 6-7 മാസമായിട്ടുള്ള കുട്ടിയുടെ കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. പിന്നെ ഈ ഡ്രൈ കോൾ ഡയറി മാത്രം ആസ്മ വരും.
ഡ്രൈ കോൾഡ് എയറിൽ മാത്രം ആസ്മ വരികയാണെങ്കിൽ ബെസ്റ്റ് മെഡിസിൻ ഈസ് ദറ്റ് ഈസ് ഹെപ്പാർ സൾഫ്. ഹെപ്പാർ സൾഫ് അത് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ ഇതെല്ലാം ഓരോ രീതി ഉണ്ടല്ലോ. ഹെപ്പാർ സൾഫ് ആണെങ്കിൽ ഒരു 1 പൊട്ടൻസി കൊടുക്കണം. അത് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഒരു ഗ്ലാസ് ഒരു അര ഔൺസ് വെള്ളത്തിൽ ഇറ്റിച്ചിട്ട് അതിൽ നിന്ന് 2-3 തുള്ളി മാത്രം കൊടുക്കുക. അത് ഡ്രൈ കോൾഡ് ടൈമിൽ മാത്രമാണ് ആസ്മ അങ്ങനെ വരാറുണ്ട്. പിന്നെ ഈ ഫസ്റ്റ് സ്ലീപ്പില് ആസ്മ ആഫ്റ്റർ ഫസ്റ്റ് സ്ലീപ്പ് ഒരു ചെറിയ ഉറക്കം കഴിയുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് വിമിഷ്ടം പോലെ വരുവാണെങ്കിൽ അതിന് ബെസ്റ്റ് മെഡിസിൻ ഈസ് ആറേലിയ റെസിനോസയാണ് അതിന് ഏറ്റവും നല്ലത്. പിന്നെ എനിക്ക് അനുഭവമില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഈ ഇങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ എനിക്ക് ആ കുട്ടി അത് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ 1-2 പ്രാവശ്യം അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബ്ലൈൻഡ്നെസ് ഉണ്ടോ എന്നൊരു സംശയം. ഒരു സംശയം. അത് സംശയം വരുന്നത് സാധാരണയായിട്ട് എങ്ങനത്തെ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ മെച്യൂർ ചൈൽഡിനാണ് അങ്ങനെ തോന്നുക നമുക്ക് കണ്ണിന്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് മെഡിസിൻ സൾഫർ കൊടുക്കണം, അതുപോലെ തന്നെ സിങ്കമെറ്റ് കൊടുക്കണം. ഇതൊക്കെ നമുക്ക് വൺസ് ഇൻ എ വൈൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഈ പണ്ടത്തെ പോലെ പണ്ട് ഈ ഫോഴ്സപ്സ് ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുട്ടികളെ എടുക്കുമ്പോൾ ഇങ്ങനെ ഫോഴ്സപ്സ് വെച്ച് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സെറിബ്രൽ ഹെമറേജ് ഉണ്ടാകും. ആ സെറിബ്രൽ ഹെമറേജിന്റെ പരിണിത ഫലമായിട്ട് ഈ ബ്രെയിന് തകരാറായിട്ടുള്ള ഒത്തിരി കുട്ടികൾ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പെങ്ങളുടെ മോക്ക് ഏതാണ്ട് 28 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ ഫോഴ്സപ്സ് ഡെലിവറിയിൽ ഇങ്ങനെ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിട്ട് ഇപ്പോഴും ആ കുട്ടിക്ക് ഈ ബുദ്ധി വളർച്ചയില്ലാതെ കയ്യും കാലും വളർച്ചയൊന്നും ഇല്ലാതെ അവള് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ആ സമയത്ത് അങ്ങനെ ഉണ്ടായി എന്ന് ഫോഴ്സപ്സ് ഡെലിവറി കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായി എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ തീർച്ചയായിട്ടും ആർണിക്കയാണ്. ആർണിക്ക ഇതുപോലെ തന്നെ 200 പൊട്ടൻസി 200 പൊട്ടൻസി കൊടുക്കുക. അത് ഫ്രീക്വന്റ് ഡോസ് ആയിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ഡ്രോപ്പിൽ അര ഔൺസ് വെള്ളത്തിൽ 2-3 തുള്ളി ഇറ്റിച്ചിട്ട് ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കണം. ഫ്രീക്വന്റ് മീൻസ് ഒരു മണിക്കൂർ ഇടവിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് 2 മണിക്കൂർ ആകാം, പിന്നെ അത് കഴിഞ്ഞിട്ട് 4 മണിക്കൂർ ആകാം. അങ്ങനെ അത് ഇൻക്രീസ് ചെയ്യാം. അതിന് നല്ലതാണ്. ആർണിക്ക ബെസ്റ്റ് മെഡിസിൻ ആണ്. പിന്നെ ലാക്ടസിസും ഇതിന് നല്ല മരുന്നാണ്. ലാക്ടസിസ് നല്ല മരുന്നാണ്. ഇങ്ങനെയുള്ള ലാക്ടസിസിന്റെ സിംറ്റം ഉണ്ടാകുകയാണെങ്കിൽ അത് ഒക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തൊന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ തന്നെ ജനിച്ചു വളർന്ന കുട്ടികളുടെ അടുത്ത് ചിലപ്പോൾ ബ്ലഡ് ട്യൂമർ ഉണ്ടാവും. ബ്ലഡ് ട്യൂമർ അത് അങ്ങനത്തെ കുട്ടികളെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. ബ്ലഡ് ട്യൂമർ ഇങ്ങനെ എന്താ പറയണ്ടേ, ഹെമറ്റോമ പോലെ ഇരിക്കും ബ്ലഡ് ട്യൂമർ. അതിന് ബ്ലഡ് ട്യൂമർ നമ്മൾ സാധാ ഭാഷ പറയും. അങ്ങനെ ആ ട്യൂമർ പോലെ ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് മുഴുവൻ ബ്ലഡ് ആയിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ്. നിങ്ങൾ കൊടുത്തു നോക്കിയോ, എനിക്ക് അനുഭവം ഉള്ളതാണ്. കാൽക്കേരിയ ഫ്ലൂർ 10 ഒരു ഡോസ് കൊടുക്കുക. പിന്നെ കാൽക്കേരിയ ഫ്ലൂർ 6x കണ്ടിന്യൂ ചെയ്യുക. അത് ചൊങ്ങി ഒരു മറുക് പോലെ ആയിത്തീരുക. എൻ്റെ ഒരു അനുഭവമാണ്. നമുക്കത് അങ്ങനത്തെ കുട്ടികളെ കിട്ടും. പിന്നെ സൈനോസിസ് ആയിട്ടുള്ള കുട്ടികൾ വരുവാണ്. സൈനോസിസ് ആയിട്ട് ഒരു കുട്ടിയെ നമ്മൾ കാണുകയാണെങ്കിൽ അത് ബ്ലൂ ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ വരുവാണെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് റെമഡി ഈസ് ആന്റിഡോട്ട്. നമ്മൾ പഠിക്കുന്നതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. ആന്റിഡോട്ട് ഒരു ലൈഫ് സേവിങ് ഡ്രഗാണ്. അത് ഇതുപോലെ തന്നെ ഈ വെള്ളത്തിൽ ഇറ്റിച്ചിട്ട് 30 ഫ്രീക്വന്റ് ഡോസ് കൊടുക്കാം. അതായത് അങ്ങനെ ഒരു നിറവ്യത്യാസം കാണുകയും ഒരു സൈനോസിസ് ഉണ്ടെന്ന് നമുക്ക് ഇത് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൊടുത്തു ആ കുട്ടി രക്ഷപ്പെടും. അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ഈ ബേബീസ് തന്നെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ്, അതായത് കുട്ടി ജനിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഉറക്കവും കഴിഞ്ഞു, അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബ്ലൂനെസ് വരുവാണെങ്കിൽ
നമ്മൾ കൊടുക്കേണ്ട മെഡിസിൻ ലാക്ടസിസ് ആണ്. അപ്പോഴേ ജനിക്കുമ്പം ഇല്ലായിരുന്നു, ഇപ്പൊ കുഞ്ഞിനെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ആണ് ഇതുണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കൊടുക്കേണ്ട മെഡിസിൻ ലാക്ടസിസ് ആണ്. അവിടെ ആന്റിൻ്റെ അറ്റല്ല, അവിടെ ലാക്ടസിസ് കൊടുക്കണം. പിന്നെ കഞ്ചനിറ്റൽ കാറ്ററാക്ട് വൺ ഓഫ് ദി മെയിൻ സിംറ്റം ആണ് കഞ്ചനിറ്റൽ കാറ്ററാക്ട്. അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവും ജന്മനാ തന്നെ കാറ്ററാക്ട്. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നമുക്കറിയാം. അത് പിന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ട ബെസ്റ്റ് മെഡിസിൻ ദാറ്റ് ഈസ് ലൈക്കോപോഡിയം. ഒരു ഹയസ്റ്റ് പൊട്ടൻസി കൊടുക്കും. അത് 10 mg കൊടുക്കാം. ഇല്ല 10 mg ഒരു ഒറ്റ ഡോസ് കൊടുത്തേക്കാം, ഒറ്റ ഡോസ്. പിന്നെ ഷൂഫ്രേഷ്യ ഹൈ ലോഷൻ അതിന് ഉപയോഗിക്കാം. പിന്നെ അതിന് നെക്സ്റ്റ് മെഡിസിൻ ഈസ്, അതുകൊണ്ട് അത് ഇഫക്റ്റീവ് ആയിരിക്കും. അല്ല എങ്കിൽ നമുക്ക് വരുന്ന മെഡിസിൻ സിംഗമെറ്റ് ആണ് അതിൻ്റെ ബെസ്റ്റ് മെഡിസിൻ. പിന്നെ ഈ ഫ്രെറ്റ്ഫുൾ ബേബീസ് ഉണ്ട്, അതായത് പേടിച്ചിട്ട് കരയുക. അത് എന്ത് മരുന്ന് കൊടുത്താലും, നമ്മൾ കമോമല കൊടുത്താലോ ലൈക്കോപോഡിയം കൊടുത്താലോ അങ്ങനെയുള്ള മെഡിസിൻസ് കൊടുത്താലും കരച്ചിൽ നിർത്തില്ല. അങ്ങനെയുള്ള ഫ്രെറ്റ്ഫുൾ ബേബീസിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ വൈബ്രിനം ഓപ്പുലസ് ആണ്. അത് ടിഞ്ചർ അല്ല, അത് പൊട്ടൻസി തന്നെ കൊടുക്കുക. പിന്നെ ഞാൻ ഒരു ടിപ്പും കൂടെ ഞാൻ പറയാം. അതായത് കൊച്ചു കുട്ടികൾ കരയുമ്പോഴത്തേക്ക് നിർത്താതെ കരയുക. അപ്പൊ നിർത്താതെ കരയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും എവിടെയോ ഒരു വേദനയുണ്ട് കുട്ടിക്ക്. ഒന്നില്ലെങ്കിൽ ചെവിവേദനയായിരിക്കും, അല്ലെങ്കിൽ വയറുവേദനയായിരിക്കും, ഇല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇതായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നെങ്കിലും ഇല്ലെങ്കിലും ഈ കമോമില ടിഞ്ചർ ഒരു ഡ്രോപ്പ് 1 ounce വെള്ളത്തിൽ ഇറ്റിക്കുക. 1 ounce വെള്ളത്തിൽ 1 ഡ്രോപ്പ്, അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു. 1 ounce വെള്ളത്തിൽ 1 ഡ്രോപ്പ് ഇറ്റിച്ചിട്ട് അത് ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റിലീവ് ചെയ്യും. കുട്ടിയുടെ ഈ വേദന കുറയും. പിന്നെ നമുക്ക് അതനുസരിച്ച് പിന്നെ ചെവിയുടെയാണോ ഇല്ലെങ്കിൽ വയറിന്റെ ആണോ മറ്റും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പറ്റിയ മെഡിസിൻ കൂടെ. പിന്നെ ഈ വയറുവേദന ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ മൂത്രമൊഴിക്കുമ്പോൾ അതിലൂടെ ബ്ലഡ് വരികയും ചെയ്യുക, അതായത് റെഡ് യൂറിൻ വരികയും ചെയ്യുക. അങ്ങനെ വരുവാണെങ്കിൽ കൊടുക്കേണ്ട മെഡിസിൻ ഈസ് വൺ ഓഫ് ദി മെയിൻ മെഡിസിൻ ഈസ് ബോവിസ്റ്റയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ. പിന്നെ ഈ കുട്ടികൾ തന്നെ നേഴ്സിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വൊമിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. മുലപ്പാല് കൊടുത്ത് കഴിഞ്ഞാൽ ഉടനെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് കാൽക്കേരിയ ഫോസ് ആണ് അതിൻ്റെ ബെസ്റ്റ് മെഡിസിൻ. വൊമിറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ നേഴ്സിംഗ്. പിന്നെ ചില കുട്ടികൾ കാണാൻ മേലെ നമ്മൾ തോളത്തിട്ട് എത്ര തട്ടിയാൽ പോലും പിന്നെ ഗ്യാസ് പോകത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് സെന്നയുടെ 3x പൊട്ടൻസിയോ എന്താ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്യാസ് റിലീവ് ചെയ്യും. നക്സോമിയെക്കാട്ടിലും ഇല്ലെങ്കിൽ ഈ കാർബോവെക്കിനെക്കാട്ടിലും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു മെഡിസിനാണ് സെന്ന. പിന്നെ ഈ ജനിച്ച പാടെ ഉണ്ടാകുന്ന നിയോനെറ്റോറം ഈ ഇതുണ്ടല്ലോ കൺജങ്ക്റ്റിവൈറ്റിസ്, അതായത് ജനിച്ച പാടെ ഇങ്ങനെ കണ്ണിങ്ങനെ പൊത്തുകെട്ടിയിരിക്കും കുട്ടികൾക്ക്. അപ്പൊ ആശുപത്രിയിൽ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയും ഇത് സാരമില്ല എന്ന് പറയും. നമുക്കറിയാം, അവർക്കും അറിയാം ഈ കണ്ണും മൂക്കും കൂടെയുള്ള ദ്വാരം തുറക്കാത്ത കൊണ്ടാണ് കണ്ണങ്ങനെ പൊത്തിക്കെട്ടിയിരിക്കുന്നത്. അത് നല്ല വെള്ളത്തില് പിന്നെ കഞ്ഞിയോ എന്തെങ്കിലും മുക്കി സ്റ്റെറിലൈസ് വെള്ളത്തിൽ തുടച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ അർജന്റൻ നൈട്രിക്കം ഈ പഞ്ഞി മുക്കി തുടയ്ക്കുന്ന വെള്ളത്തിനകത്ത് നിങ്ങൾ ഒരു 2-3 ഡ്രോപ്പ് അർജന്റൻ നൈട്രിക്കം 30 ഇറ്റിട്ട് ആ വെള്ളം വെച്ച് തുടയ്ക്കുക, പെട്ടെന്ന് കുറയും. എന്നിട്ട് അമ്മമാരുടെ ഒക്കെ പറയുക അത് മൂക്കിൻ്റെ അവിടുന്ന്
താഴത്തോട്ട് തിരുമ്മി കുളിപ്പിക്കാം. അപ്പോൾ അത് കുറച്ച് ദിവസം കൊണ്ട് അത് ശരിയായി വരും. പിന്നെ ഈ ബോട്ടിൽ ഫെഡ് ബേബീസ്, അതായത് അമ്മമാർക്ക് മുലപ്പാലില്ല, അതിന് പിന്നെ ബോട്ടിൽ വെച്ചുള്ള ഫീഡിങ് ആണ്, അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ഈ കോൺസ്റ്റിപ്പേഷൻ വരുന്ന അതിൻ്റെ ബെസ്റ്റ് മെഡിസിൻ അലൂമിന 30 കൊടുത്താൽ മതി, ഇല്ലേ ഹൈപ്പൊട്ടൻസിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഡെന്റിഷൻ സമയത്ത്, കുഞ്ഞുങ്ങൾക്ക് ഡെന്റിഷൻ സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വരുവാണെങ്കിൽ അതിൻ്റെ മെഡിസിൻ മാക്മൂർ ആണ്. പിന്നെ ഒരു തീരെ പൊടി ഇൻഫൻസിന്റെ കാര്യമല്ല, കുറച്ചുകൂടെ പ്രായമായിട്ടുള്ള കുട്ടികൾക്ക് എപ്പോഴും ഗ്യാസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചുള്ള 1 വയസ്സ് 1.5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് എപ്പോഴും വയറിൽ ഗ്യാസ് ഉണ്ടാകുകയാണെങ്കിൽ പൾസാറ്റില്ല 12x മെഡിക്കേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു, ആ ഗ്യാസ് അവിടെ നിൽക്കും. അതാണ് ബെസ്റ്റ് മെഡിസിൻ. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഇൻവോളണ്ടറി യൂറിനേഷൻ, അത് നൊക്ടേണൽ എനോറിസിന് മെഡിസിന് ഫസ്റ്റ് സ്ലീപ്പ്, ഇൻവോളണ്ടറി യൂറിനേഷൻ ആഫ്റ്റർ ഫസ്റ്റ് സ്ലീപ്പ്. ആദ്യം കൊണ്ട് കിടത്തുമ്പോൾ ഒന്നുമില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് സ്ലീപ്പ് കഴിഞ്ഞ ഉടനെ അറിയാതെ മൂത്രം. അതിൻ്റെ ബെസ്റ്റ് മെഡിസിൻ സെപ്പിയ വണ്ണമാണ്, ഒരു 2 ഡോസ് കൊടുത്തേക്കാം, സെപ്പിയ ഡോസ്. പിന്നെ അത് ഫോളോ ചെയ്ത് മെഡോറിനം കൂടെ കൊടുത്തേക്കാം. ഈ മെഡോറിനം ഒരു വണ്ടർഫുൾ റെമഡിയാണ്, ഒരു സൈക്കോട്ടിക് റെമഡിയാണ് ഈ മെഡോറിനം. അത് മെഡോറിനം നമ്മുടെ ഞാൻ എൻ്റെ അനുഭവത്തിൽ യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന പേഷ്യൻസിന് നമ്മൾ ഈ എപ്പിസോ ഇല്ലെ കാന്താരിസോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ടിഞ്ചേഴ്സോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമ്മൾ അത് മാറ്റിയെന്ന് വിചാരിച്ചു. മാറ്റി പേഷ്യൻ്റ് ഈസ് ഓക്കെ, പേഷ്യൻറ്റിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് റിക്കർ ചെയ്തുകൊണ്ടേയിരിക്കും. ചില രോഗികളിൽ ഇത് റിക്കർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ രോഗികൾക്ക് നിങ്ങളൊരു കാര്യം ചെയ്യൂ, മെഡോറിനം 10 ഒരു 2 ഡോസ്, മെഡോറിനം 2 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ റിക്കറൻസ് ഉണ്ടാവത്തില്ല. ഏറ്റവും ബെസ്റ്റ് ഒരു സപ്പോർട്ടിങ് റെമഡിയാണ് മെഡോറിനം. അതിന് ഒരു കാരണമുണ്ട്, നമുക്കറിയാമല്ലോ, ഈ സൈക്കോട്ടിക് ഇതല്ലേ ഈ മെഡോറിനം എന്ന് പറയും. ഈ യൂറിനറി ഇൻഫെക്ഷൻ ഈസ് ആൾസോ എ സൈക്കോട്ടിക് ഡിസീസ്. അതുകൊണ്ടാണ് മെഡോറിനം ആക്ട് ചെയ്യുന്നത്. പിന്നെ എവരി അറ്റംപ്റ്റ് സ്റ്റൂൾ പെയിൻ എവരി അറ്റംപ്റ്റ് ടു സ്റ്റൂള് പോകുന്നതിൻ്റെ ആ അറ്റംപ്റ്റ് തന്നെ വയറുവേദനയാണെങ്കിൽ അതിന് നമുക്ക് കൊടുക്കേണ്ട മെഡിസിൻ മാക്ഫോസ് ആണ്. മാക്ഫോസ് എൻ്റെ അനുഭവത്തിൽ 3x ആണ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ. അത് കൊടുത്ത് 3x കൊടുക്കുക, 6x കൊടുക്കുക, പിന്നെ 1 കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ അത് കുറയും. പിന്നെ കുട്ടികൾ കക്കൂസി പോവാനേ താല്പര്യമില്ലാത്ത കുട്ടി, അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അലൂമിന വണ്ണം ഒരു 3 ഡോസ് കൊടുക്കുക. അലൂമിന വണ്ണം 3 ഡോസ് കൊടുക്കുക. അതിന് വേറെ ഒരു ഇതും കൂടെ ഉണ്ട്. അലൂമിനയുടെ സിംറ്റം അറിയാം കേട്ടോ, സോഫ്റ്റ് സ്റ്റൂൾ ആയിരിക്കും, പക്ഷെ ഡിഫിക്കൾട്ട്. അതിന് അലൂമിനിയം ബെസ്റ്റുമാണ്. ഹാർഡ് സ്റ്റൂൾ ആണെങ്കിൽ നമുക്ക് ബ്രയോണിയ പ്രിസ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾ ചുമയ്ക്കും, ഭയങ്കര ചുമയായിട്ട് നമ്മുടെയൊക്കെ കൊണ്ടുവരും. ചുമച്ച് കഴിഞ്ഞിട്ട് ഒരു സൈനോസിസ് ഉണ്ടാവും. മുഖത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു സൈനോസിസ്, എന്താ രക്തമയമില്ലായ്മ പോലെ സൈനോസിസ് കാണിക്കുന്ന, ചുമച്ച് എന്നാ വില്ലൻ ചുമയല്ലാന്ന് തോന്നും. ആ ചുമ നിർത്താതെ ഒറ്റ ചുമ തന്നെ, ആ പരോക്സിസം. അങ്ങനെ വരുവാണെങ്കിൽ ബെസ്റ്റ് മെഡിസിൻ ഈസ് എപ്പിക്കാക്ക. സിംഗിൾ റെമഡി മതി എപ്പിക്കാക്ക. ആ എപ്പിക്കാക്ക 200 പൊട്ടൻസി ഒരു ഡോസ് കൊടുത്തേച്ചാൽ മതി, ഒറ്റ ഡോസ് അത് കൊടുത്തേക്കാം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞെങ്കിലും ഒരു മെഡിസിൻ കൂടെ പറയാം. എപ്പോഴും കരയുന്ന കുട്ടികൾ, ഏത് സമയവും കരച്ചിൽ. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്നുള്ള നിലയിൽ സിഫിലിനെ കൊടുക്കും.
സിഫിലിന വണ്ണം ഒരു ഡോസ് കൊടുക്കണം, 1-2 ഡോസ്. പിന്നെ ഈ ചില കുഞ്ഞുങ്ങളെ നമ്മൾ ക്ലിനിക്ക് വരുമ്പം വീട്ടമ്മമാർ പറയും ഇവന്റെ പൊക്കിളിന് ചുറ്റുപാ ഡോക്ടറെ വേദന. അവന്റെ ഒക്കെ കാണിക്കാൻ പറയുമ്പോഴും കുഞ്ഞു കാണിക്കും, അവന്റെ പൊക്കിളിന് ചുറ്റുമായിരിക്കും പിന്നെ വേദന. അതിനും ഈ എപ്പിക്കാക്കാണ് അതിന്റെ ബെസ്റ്റ് മെഡിസിൻ. പിന്നെ ഡയറിയ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പെയിൻലെസ് ഡയറിയ എന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോവുക, വയറാക്കി പോവുക. അങ്ങനെ വരികയാണെങ്കിൽ അതിന് പൊഡോഫൈലം കൊടുക്കണം. ആ പൊഡോഫൈലം പിന്നെ 200 തന്നെ കൊടുത്തു വിടുക. 200 ഒരു 4-5 ഡോസ് കൊടുത്തു കഴിയുമ്പോൾ അതവിടെ. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെഡിസിൻ ഞാൻ പറഞ്ഞുതരാം. ഈ ഇൻഫൻ്റൈൽ പൊടി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന എപ്പിലെപ്സി അപൂർവമായിട്ട് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് എൻ്റെ പ്രാക്ടീസിൽ 4 കുട്ടികൾ മാത്രമേ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ, ഇൻഫൻ്റൈൽ എപ്പിലെപ്സി. അത് അവർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ മെഡിസിനാണ് ഹെലിബോറസ്. ഒരു 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 രത്നമാണത് ഹെലിബോറസ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഹെലിബോറസ് കൊടുക്കാം, ക്യൂർ ചെയ്യും. പിന്നെ ഈ കുട്ടികൾക്കുണ്ടാകുന്ന കോളറ ഇൻഫെന്റം അതിന് എത്തൂസ ഉണ്ട് മരുന്ന്. അതുപോലെ തന്നെ വേറെ പല മരുന്നുകളും ഉണ്ട്. ഞാൻ ആ മെഡിസിൻ്റെ ഒന്നും പേര് പറയുന്നില്ല. പെരേട്രമാൽബുണ്ട്, ആഴ്സനിക്കുമുണ്ട്. അതെല്ലാം നിങ്ങൾ കൊടുത്തു. അതെല്ലാം കൊടുക്കുമ്പോൾ പോലും അത് ഇന്റർകറന്റ് ആയിട്ട് നിങ്ങൾ ഇതിനിടയ്ക്ക് മെഡിസിൻ ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൊടുക്കേണ്ട ഒരു മരുന്ന് മെഡോറിനാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ മലം പോകുന്നത് വെള്ളയാണെന്ന് വിചാരിച്ചു. വെള്ളയാണെങ്കിൽ കൊടുക്കേണ്ട മരുന്ന് കാൽക്കേരിയ കാർബ് ഇതുപോലെ തന്നെ. അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. കാൽക്കേരിയ കാർബ് 1 ഡോസ് കൊടുത്താൽ മതി. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഹെർണിയ അതായത് ഈ ഇൻഫൻ്റൈൽ ഹെർണിയ ഉണ്ടല്ലോ, സ്ക്വാട്ടൽ ഹെർണിയ, അതിന് വലത്തുവശത്താണെങ്കിൽ നമുക്ക് ലൈക്കോപോഡിയൻ 10 ഡോസ് ധൈര്യമായിട്ട്. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നാക്സോമിക്ക 10 ഡോസ് കൊടുത്തു. നാക്സോമിക്ക 10. ഇടതുവശത്താണെങ്കിൽ നാക്സോമിക്ക 10, വലത്തുവശത്താണെങ്കിൽ ലൈക്കോപോഡിയൻ. ഈ ഹെർണിയ തന്നെ ചില കുഞ്ഞുങ്ങൾ കരയുമ്പോൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ ശ്വാസം പിടിച്ച് കരയുമ്പോൾ ഈ ഹെർണിയ ആക്റ്റീവ് ചെയ്യും. അതിന് ബെസ്റ്റ് മെഡിസിൻ ഈസ് ഓറമെറ്റ്. ഒരു മരുന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓറമെറ്റ്, കമോമില്ല, നക്സോമിക്ക. അതിൽ ഏതാ സ്യൂട്ടബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കി കൊടുത്തുക. ഈ ഇൻഗ്വൈനൽ ഹെർണിയ ഞാൻ 2 പറഞ്ഞെങ്കിലും, സ്ക്വാട്ടൽ ഹെർണിയ 2 പറഞ്ഞെങ്കിലും, അംബലിക്കൽ ഹെർണിയയ്ക്ക് ഉള്ള മെഡിസിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കുലസ് ആണ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ. കോക്കുലസ് 10 2 ഡോസ് കൊടുക്കുക. അതുകൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ മാത്രം നക്സോമിക്കയിലേക്ക് പോയാൽ മതി. പിന്നെ ഹിക്കഫ് ഉണ്ടാകുക, കുട്ടികളിൽ കാണുന്ന ഹിക്കഫ് ഉണ്ടാകുന്നതിന് ബെസ്റ്റ് മെഡിസിൻ ഈസ് ഇഗ്നേഷ്യ ഒരു ഡോസ് കൊടുക്കുക. വണ്ണം കൊടുക്കണം. വണ്ണം 1-2 ഡോസ് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇഗ്നേഷ്യ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ മാത്രം പൾസാറ്റില കൊടുത്താൽ മതി. പിന്നെ ഹൈഡ്രോസിൽ, കഞ്ചനൈറ്റൽ ഹൈഡ്രോസിലിന് മെഡിസിന് ഞാൻ 2-3 മെഡിസിൻ പറയാം. അബ്രോട്ടാനം ഒരു ബെസ്റ്റ് മെഡിസിനാണ്, ഹൈപ്പോട്ടൻസി കൊടുത്തേക്കാം. പൾസാറ്റില ബെസ്റ്റ് മെഡിസിനാണ്. പിന്നെ ഓറമെറ്റ് ബെസ്റ്റ് മെഡിസിനാണ്. ഇതൊക്കെ 2-3 മരുന്ന് ഞാൻ പറഞ്ഞത് അത് സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ നോക്കി കണ്ടു കൊടുക്കണം. ഓറമെറ്റ്, പൾസാറ്റില, അബ്രോട്ടാനം, റോഡോഡെൻഡ്രോണും ഉണ്ട് കേട്ടോ, അത് നോക്കി കൊടുത്തേക്കാം. പിന്നെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സിംറ്റം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ദാറ്റ് ഈസ് ഇൻഫൻ്റൈൽ പാരാലിസിസ്. ഇതൊക്കെ വളരെ 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 അപൂർവമായിട്ട് നമുക്ക് വരുന്നതാണ് ഇൻഫൻ്റൈൽ പാരാലിസിസ്. അതിൻ്റെ മെഡിസിൻ ഈസ് ദാറ്റ് ഈസ് ജെൽസീമിയം. നമുക്ക്
ഇപ്പോഴാണെങ്കിൽ ഞാൻ 0/3 കൊടുക്കുള്ളൂ. നേരത്തെയൊക്കെ കൊടുക്കുന്നത് 1 പൊട്ടൻസിയാണ്. 1 പൊട്ടൻസി ഒരു കാ ഗ്ലാസ് വെള്ളത്തിൽ, അതായത് ഒരു 1/2 ഔൺസ് വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ഇറ്റിച്ചിട്ട് അതിൽ നിന്ന് 2-3 സ്പൂൺ, ഒരു സ്പൂണല്ല ഫില്ലറിൽ ഒരു 2-3 ഡ്രോപ്പ് വെച്ച് അരമണിക്കൂർ ഇടവിട്ട് 3 പ്രാവശ്യം മറ്റോ കൊടുക്കും. ജെൽസീമിയം. അത് വേറെ മരുന്നുകളുണ്ട് ഉണ്ട്. അതിനു മുമ്പ് വേണമെങ്കിൽ നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു മരുന്ന് അക്കോണൈറ്റ് ആണ് പരീക്ഷിക്കാവുന്ന ഒരു മരുന്ന്. അക്കോണൈറ്റ് കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. പിന്നെ നമ്മൾ ജെൽസീമിയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇൻഫന്റൈൽ പാരാലിസിസിന്. പിന്നെ ഈ പോളിയോമൈലൈറ്റിസിന് നമുക്ക് ഇവിടെ ഇതെല്ലാം എടുക്കുന്നുണ്ടല്ലോ, അവര് ഡ്രോപ്സ് ഇത് കൊടുക്കുന്നത്, വാക്സിനേഷൻ ഇത് കൊടുക്കുന്നുണ്ടല്ലോ, ഡ്രോപ്സ് ആയിട്ട് കൊടുക്കുന്നില്ലേ പോളിയോമൈലൈറ്റിസ്. അതിന് ഉണ്ടാകാവുന്ന പനികൾ, അതുകൊണ്ടുണ്ടായേക്കാവുന്ന കോംപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ബെസ്റ്റ് മെഡിസിൻ ഈസ് ലാത്തിറസ് ടെന്നം. ആന്റീരിയർ ഹോൺസൽ അഫക്ട് ചെയ്യുന്നതാണ് ലാത്തിറസ് ടെന്നം. ഒരു ഡോസ് കൊടുക്കുക, ഇല്ലെങ്കിൽ 1-2 ഡോസ് കൊടുക്കാം. സാധാരണ ഹയസ്റ്റ് പൊട്ടൻസിയൊക്കെ 2 ഡോസ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. 1 കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് 1 ഡോസും കൂടെ കൊടുക്കാം. സാറേ, ഇനി നമുക്ക് സമയം തീർന്നു. സമയം ഒരെണ്ണം കൂടെ പറഞ്ഞ ഞാൻ. ഇപ്പൊ ഈ എപ്പിഡമിക് ഇപ്പൊ എല്ലാം ഉണ്ടല്ലോ, എപ്പിഡമിക്കായിട്ട് പനികളും ഒക്കെ ധാരാളമുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും പേഷ്യന്റിന് പാരാലിസിസ് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ, കുട്ടികൾക്ക് പാരാലിസിസ് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മെഡിസിൻ ജെൽസീമിയം 2 ഡോസ് കൊടുക്കണം. അപ്പൊ സമയമായില്ലേ? ആയോ? സമയമായി. 30 എത്രയായി? 30 2 മിനിറ്റേ ഉള്ളൂ. ശരി. നമുക്ക് എന്നാ ഞാൻ നിർത്തിയേക്കാം. നമുക്കിനി ഇതൊന്നും ഇപ്പോഴെങ്കിലും തീരത്തില്ല. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം സാർ. അടുത്ത ക്ലാസ് എടുക്കാനും മാത്രമില്ല. പെട്ടെന്ന് ഒരു 3-4 എണ്ണം കൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യും. മിൽക്കിന് അലർജി വരുവാണെങ്കിൽ, കുട്ടികൾക്ക് മിൽക്കിന് അലർജി വരുവാണെങ്കിൽ ട്യൂബർക്കുലിനെ മിൽക്ക് ആബ്സെന്റ് വൊമിറ്റിംഗ് ഓഫ് കർഡ് മിൽക്ക് നടക്കുകയാണെങ്കിൽ അതിന് എത്തൂസായും വലേറിയാനും. പിന്നെ രാത്രിയിൽ മൂക്കടപ്പ് വരികയാണെങ്കിൽ കൊടുക്കേണ്ട മരുന്ന് നക്സോമിക്ക കുട്ടികൾക്ക് കൊടുക്കാം. സാംബുക്കസും കൂടെ മനസ്സിരിക്കട്ടെ. പിന്നെ സ്റ്റാമറിങ്ങിന് 2-3 മരുന്നുണ്ട്. എനിക്കത് അനുഭവമുള്ളതാണ്. ബെൽഡോണ എന്നുള്ളതാണ്, മെർക്സോള്, പോസ്റ്റിക്കം, ഇത്തരം മരുന്നുകളുണ്ട്. പിന്നെ ഈ ചില കുട്ടികളുടെ മുഖം ഇങ്ങനെ റിങ്കിളി ചെയ്തിരിക്കും. അത് നമുക്ക് ഒരു കണ്ടാൽ വല്ലാത്ത പ്രയാസം തോന്നും. അതിന് കൊടുക്കേണ്ട മെഡിസിൻ സിഫിലിനം 10 കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാസിലിനം കൊടുക്കുക. പിന്നെ അൺഡിസെൻഡഡ് ടെസ്റ്റിസ്, അതിന് ഏറ്റവും ബെസ്റ്റ് ഓറോമെറ്റ് 200 തുടങ്ങി 10 അവസാനിപ്പിക്കണം. പിന്നെ ആപ്റ്റസ് അൾസേഴ്സ്, വായിക്കകത്ത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ ആത്മ ഉണ്ടാകുകയാണെങ്കിൽ ബോറാക്സിസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ മറ്റേതിനോട് അനുബന്ധമായിട്ട് പറഞ്ഞതായി. ഇതും കൂടെ നിങ്ങൾ നിങ്ങളുടെ ഇതില് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഓറോമെറ്റ് പൊട്ടൻസി ഏതാ സാറേ? ഏത് അൺഡിസെൻഡഡ് ടെസ്റ്റിസിന്? അത് 200 സ്റ്റാർട്ട് ചെയ്യും. 200 സ്റ്റാർട്ട് ചെയ്തിട്ട് 10 അവസാനിപ്പിക്കാം. എടുത്ത് പൊടുന്നനവേ ചാടി 10 പോകണം. അൺഡിസെൻഡഡ് ടെസ്റ്റിസിന്. പിന്നെ ആഫ്റ്റർ സൾസേഴ്സിന് ബോറാക്സ് ഏറ്റവും നല്ലതാണ്. അതിന് പൊട്ടൻസി ഏത് ബോറാക്സിന്റെ ആണോ? 30 പൊട്ടൻസി കൊടുത്താൽ കുഞ്ഞുങ്ങളല്ലേ. അങ്ങനത്തെ കുട്ടികൾ ഒത്തിരി വരുമല്ലോ നമ്മുടെയൊക്കെ, ഒത്തിരി വരും. അത് ബോറാക്സ് ആണ് ഫസ്റ്റ് മെഡിസിൻ. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മെർക്സോളിലേക്ക് പോവാം, ഒക്കെ ചെയ്യാം. അതൊക്കെ ഡിപ്പെൻസ്. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്തായാലും സാറിന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. 52 പേര് ഇതുവരെയും
ക്ലാസ്സിലുണ്ട്. ഇത്രയും നല്ലൊരു ക്ലാസ്സാണ് സാറ് തന്നത്. ഇനി നമുക്ക് സംശയം ചോദിക്കാൻ സമയമില്ല എങ്കിലും അതിനായിട്ട് കൂടെ 2 മിനിറ്റ് എടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. അതെ, പെട്ടെന്ന് ചോദിച്ചോളൂ. ആർക്കെങ്കിലും അത്യാവശ്യമായ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ക്ലാസ് മുഴുവൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇത്രയും എടുത്തത്, സമയം എടുത്തതെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക. സാറുണ്ട്. സേട്ട് സാറേ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു, ഉപയുക്തമായ ക്ലാസ്സാണ്. ഞാൻ പലപ്പോഴും ഈ രീതിയിൽ കൊടുക്കാറുണ്ട്, പലപ്പോഴും ഇത് ഗുണം ചെയ്തിട്ടുണ്ട്. സാറിന് പല ടിപ്സുകളും ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. നന്ദി സാറേ. ഇനി ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഡോക്ടർക്ക് ഒരു നന്ദി പറയണേ, സാറിനൊരു നന്ദി പറയണേ. ബിനോയ് ഡോക്ടർ കോഹോസ്റ്റ് ആണ്, അൺമ്യൂട്ട് ചെയ്താൽ മതി. ബിനോയ് ഡോക്ടർ ഉണ്ടോ? ഷീല ഡോക്ടർ ഇല്ല. ഷീല ഡോക്ടർ ഉണ്ടോ? അല്ല, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. ബിനോയ് ഡോക്ടർ സാറിനൊരു നന്ദി പറയണേ. കേൾക്കാൻ മേല, ഓഡിയോ കണക്റ്റഡാ, കേൾക്കാൻ മേല. കുട്ടികളുടെ പ്രശ്നങ്ങൾ മെയിനായിട്ട് കൺസിഡർ ചെയ്തു. വളരെ ഡീറ്റെയിൽ ആയിട്ടും വളരെ എക്സ്പാൻഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കവർ ചെയ്തത്. വളരെ ഹെൽപ്ഫുൾ ആണ്. അത് നമ്മുടെ പ്രാക്ടീഷണേഴ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും എല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് 1 by 1 ആയിട്ട് അഡ്രസ് ചെയ്തു. അതെല്ലാം ഓരോന്ന് 1 by 1 ആയിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്ത് അത് ഏതെല്ലാം മെഡിസിൻസ് ആണ് ആവശ്യമുള്ളതെന്ന് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. വളരെ നന്ദിയുണ്ട്. ഇതുപോലെയുള്ള പുതിയ ടോപ്പിക്കായിട്ട് ഇനിയും വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് ഫ്രം IFPS സ്റ്റാൻഡ് പോയിന്റ് ആൻഡ് ഓൾ അവർ പാർട്ടിസിപ്പൻറ്റ് സ്റ്റാൻഡ് പോയിന്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്നെ ഈ ക്ലാസ് ശ്രമിച്ചവരോട് എല്ലാം എനിക്ക് നന്ദിയുണ്ട്. ഇത് ഡോക്ടർ സേഠ് സാറിനെ പോലുള്ളവർക്കല്ല, അതല്ല ഇത് വാസ്തവത്തിൽ. ഇത് ന്യൂലി, അതായത് പുതുതായിട്ട് വന്ന ഡോക്ടർമാർക്ക്, അതായത് ഇപ്പോൾ പാസ്സായി വന്ന ഡോക്ടർമാർക്ക് ഇത് പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇങ്ങനത്തെ ഇത് എൻ്റെ ഈ ക്ലാസ് പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിചാരം. സീനിയേഴ്സിന് അത്ര കണ്ട് അവർക്കറിയാലോ, ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്കറിയാം. അതുകൊണ്ട് അവർക്കല്ല, പുതിയ ഡോക്ടർമാർക്ക് ഇത് പ്രയോജനപ്പെടും. ഞാൻ ഇനിയും ഇതുപോലത്തെ, അതായത് ഇനി എങ്ങനെയാണ് ഒരു ആസ്മ ചികിത്സിക്കുന്നത്, എങ്ങനെയാണ് അത് ഇനിയിപ്പോൾ സമയം അതനുസരിച്ച് ഡോക്ടർ ധനേഷിനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. ധനേഷിന് മറ്റേ ആദരാശ്രമം അവാർഡ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരുവല്ലായി വെച്ചാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ധനേഷ് അത് അർഹിക്കുന്നു. ഡോക്ടർ ധനേഷ് അത് അർഹിക്കുന്നു. കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സർ. എന്തായാലും നമുക്ക് നല്ലൊരു ക്ലാസ്. വളരെയധികം മെഡിസിനുകളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സാർ പറയുന്ന പോലെ അല്ല, സീനിയേഴ്സ് ആണെങ്കിലും ഇത്രയും വിശദമായിട്ട് നമ്മൾ ഇത് കേട്ടിട്ടില്ല. അത്രയ്ക്ക് നല്ല രീതിയിലാണ് സാർ ഓരോ കോൺസ്റ്റിറ്റ്യൂഷനും പറഞ്ഞു തന്നത്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. 3 ക്ലാസ്സിലും 52 പേരോളം അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്തായാലും കുട്ടികളുടെ വിവിധ തരം
കോൺസ്റ്റിറ്റ്യൂഷനുകളും അതുവഴിയുള്ള ചികിത്സാ രീതികളും എന്ന വിഷയത്തിൽ 3 ഭാഗമായിട്ട് ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത ഹരിഹരൻ സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ 2139 പ്രതിദിന സൂം വെബിനാർ വളരെയധികം ഭംഗിയായി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് സാർ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. ഡോക്ടർ ധനേഷ് പറഞ്ഞാൽ മതി. എപ്പോൾ വേണമെങ്കിലും എനിക്കുള്ള അറിവ് ഞാൻ പകർന്ന് തരാനായിട്ട് തയ്യാറാണ്. ഏതിനെ കുറിച്ച് വേണം എന്ന് പറഞ്ഞാൽ മതി. ഞാനത് എൻ്റെ അറിവ്, എൻ്റെ പ്രാക്ടീസിലുള്ള അനുഭവങ്ങൾ ഞാൻ കൺവേ ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, തീർച്ചയായും വിളിക്കും. തീർച്ചയായും വിളിക്കും. ടു എവരിബഡി, താങ്ക് യു വെരി മച്ച്. നന്ദി സാർ.